എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ പുതിയൊരധ്യായം. ഇന്ന് ചർച്ച ചെയ്യുന്നത് രാക്ഷസന്മാരെ കുറിച്ചും അസുരന്മാരെ കുറിച്ചുമാണ്. പലപ്പോഴും പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഈ രാക്ഷസന്മാരും അസുരന്മാരും രണ്ടും ഒന്നാണെന്നാണ്. ഇവരെക്കുറിച്ച് പുരാണത്തിൽ പലയിടങ്ങളിൽ പറയുന്നത് പലതായിട്ടാണ്. എന്നാൽ ഇവർ രണ്ട് വിഭാഗമാണ് എന്നുള്ളതാണ് സത്യം. അതിൽ രാക്ഷസന്മാരെ കുറിച്ച് പറയുമ്പോൾ രാക്ഷസന്മാരുടെ ജനനം തന്നെ വിഷ്ണു പുരാണത്തിൽ ദക്ഷപ്രജാപതിയുടെ മകളായിരുന്ന കശ്യപ്രജാപതിയിലുണ്ടായ മക്കളാണ് രാക്ഷസന്മാരെന്നും ഇവർ മനുഷ്യരെ തിന്നുന്നവരായിരുന്നു എന്നുമാണ് പുരാണത്തിൽ പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യരെ തിന്നുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിട്ടാണ് ഈ രാക്ഷസന്മാരെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഈ രാക്ഷസന്മാരിൽ നല്ലവരും മോശക്കാരുമുണ്ടെന്നും അതുകൊണ്ട് മനുഷ്യരെ തിന്നാത്തവരുമുണ്ടെന്നും എന്നാൽ ഇവർ ശത്രുക്കളായിട്ട് ദേവന്മാരെയാണ് കരുതിയിരുന്നത് എന്നും പറയാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് രാക്ഷസന്മാരുടെ വിഭാഗത്തിലാണ് വിശ്രവസിൻ്റെ ഭാര്യയായിട്ടുള്ള കൈകസിയിൽ രാവണനും വിഭീഷണനും അതുപോലെ കുംഭകർണനും ജനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ദേവപർണിക എന്ന് പറയുന്ന സ്ത്രീയിൽ വിശ്രവസിനുണ്ടായ പുത്രനാണ് കുബേരൻ. അപ്പോൾ രാക്ഷസന്മാരെന്ന് പറയുന്ന വിഭാഗക്കാർ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ തിന്നുന്നവർ മാത്രമല്ല, വിചിത്രമായ ശാരീരിക ഘടനയുള്ളവരായിരുന്നു എന്നാണ് പറയുന്നത്. സ്വരൂപികൾ, വിരൂപികൾ, ദീർഘകായന്മാർ, ഒറ്റക്കണ്ണന്മാർ, സർപ്പത്തലയന്മാർ, അതുപോലെ തന്നെ 3 കാലുള്ളവർ, 4 കാലുള്ളവർ, കഴുതത്തലയുള്ളവർ, കഴുത മുഖമുള്ളവൻ, ഇങ്ങനെ നീണ്ട പല്ലുകൾ ഉള്ളവർ, ഒറ്റ കണ്ണ് മാത്രം പൊട്ടക്കണ്ണായിട്ടുള്ളവർ എന്നൊക്കെ പറയുന്ന വിഭാഗക്കാരൊക്കെ ഈ രാക്ഷസന്മാരുടെ വർഗത്തിലാണ് പെട്ടിരുന്നത്. അപ്പം പിന്നെ അസുരന്മാർ ആരാവും? അവിടെയാണ് അസുരന്മാരുടെയും ദേവന്മാരുടെയും അച്ഛൻ ഒന്ന് തന്നെയാണ്. അസുരന്മാരുടെയും ദേവന്മാരുടെയും അച്ഛൻ ഒന്ന് തന്നെയാണ്. അസുരന്മാരുടെ അച്ഛൻ അല്ലെങ്കിൽ കശ്യപ്രജാപതിക്ക് 2 ഭാര്യമാർ, അദിതി എന്നും ദിതി എന്നും 2 ഭാര്യമാർ. അതിൽ അദിതിയുടെ മക്കളാണ് ദേവന്മാർ, ദിതിയുടെ മക്കളാണ് അസുരന്മാർ. അസുരന്മാരെന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് ദേവന്മാർ തന്നെയായിരുന്നെന്നും പിന്നീട് ദേവേന്ദ്രൻ, ദിതി എന്ന് പറയുന്ന കശ്യപ്രജാപതിയുടെ ഭാര്യ കശ്യപ്രജാപതിയോട് ആവശ്യപ്പെട്ടത് തന്നെ ഒരു വളരെ വിചിത്രമായൊരാവശ്യമാണ്. ഈ ദേവേന്ദ്രൻ എന്ന് പറയുന്ന ദേവരാജാവ് വളരെ മോശക്കാരനാണെന്നും ആ ദേവേന്ദ്രനെ പരാജയപ്പെടുത്തുന്ന മക്കള് ഗർഭം ധരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ കശ്യപ്രജാപതിയും ദിതിയുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ ഫലമായിട്ട് ഈ ദിതി ഗർഭിണിയാവുന്നു. അങ്ങനെ ഗർഭിണിയാവുന്ന അവസരത്തിൽ ദേവേന്ദ്രൻ ഇത് മനസ്സിലായിട്ട് കശ്യപ്രജാപതിയുടെ ഭാര്യയായിട്ടുള്ള ദിതിയുടെ ഗർഭത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്നു. അങ്ങനെ ഏകദേശം 100 വർഷം തക്കം പാർത്തിരുന്നതിന് ശേഷമാണ് ഈ അസുരന്മാരുടെ മാതാവാകാൻ പോകുന്ന ദിതിയുടെ ഗർഭത്തിൽ ദേവേന്ദ്രൻ പ്രവേശിക്കുകയും ദിതിയുടെ വയറ്റിൽ കിടക്കുന്ന മക്കളെ 7 കഷ്ണമായിട്ട് വജ്രായുധം കൊണ്ട് മുറിക്കുകയാണ്. അപ്പം ഗർഭത്തിൽ കിടന്ന അവസരത്തിൽ തന്നെ ഈ മുറിക്കുന്ന സമയത്ത് ഈ കുട്ടി വളരെ ഉറക്കത്തിൽ കരയുന്നു. അങ്ങനെ ഉറക്കത്തിൽ കരയുമ്പോൾ ആ സന്ദർഭത്തിൽ വീണ്ടും 7ആയിട്ട് മുറിക്കുന്നു. അങ്ങനെ 49 കുട്ടികളായിട്ടാണ് ഇവർ പിറക്കുന്നത്. അത് പിന്നീട് ദേവേന്ദ്രൻ്റെ സഹായികളായിട്ട് മാറുന്നുണ്ട് എന്ന് പുരാണത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് ദിതിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ അതിന് വംശാവലിയുടെ തുടക്കം കശ്യപ്രജാപതിയിൽ നിന്നാണ്. ഇവർ ഒരു കാലത്ത് ദേവന്മാരായിരുന്നെന്നും പിന്നീട് അസുരന്മാരായിട്ട് മാറിയതാണെന്നാണ് പറയുന്നത്. പ്രഹ്ലാദൻ, അതുപോലെ ബാലി, ബാണൻ, ചമ്പരൻ, കുംഭൻ, നികുംഭനൊക്കെ യഥാർത്ഥത്തിൽ അസുരന്മാരാണ്. പക്ഷേ പലപ്പോഴും പുരാണത്തിൽ അസുരന്മാരെയും രാക്ഷസന്മാരെയും ഒന്നായിട്ട് പറയാറുണ്ട്. അസുര ചക്രവർത്തി എന്നാണ് രാവണനെ പോലും പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്വഭാവത്തിലും രൂപത്തിലുമുള്ള വ്യത്യാസമാണ് യഥാർത്ഥത്തിൽ ഈ 2 വിഭാഗക്കാരെയും രണ്ടാക്കി നിർത്തുന്നത്. എന്നാൽ പലപ്പോഴും ഈ 2 വിഭാഗക്കാരും ഒന്നാണെന്ന് ധരിക്കുന്നുണ്ട്. അസുരന്മാർ ഒരിക്കലും മനുഷ്യരെ തിന്നിരുന്നില്ല. അസുരന്മാരിൽ സാത്വിക ഭാവമാണ് കൂടിയിരുന്നെന്നും രാക്ഷസന്മാർ മനുഷ്യരെ തിന്നിരുന്നെന്നും മാത്രമല്ല അവരിൽ ആസുരഭാവമാണ്. ആസുരഭാവം എന്ന് പറയുമ്പോൾ അസുരന്മാരുടെ ഭാവം എന്നല്ല, മറിച്ച് അസുരന്മാരിൽ രാക്ഷസഭാവം കൂടുതലായിട്ടുള്ള ചില അസുരന്മാരുണ്ടായിരുന്നു. എന്നാൽ ഈ രാക്ഷസന്മാരെല്ലാവരും
രാക്ഷസന്മാരുടെ ഭാവത്തിലേക്ക് വരുന്നത് അല്ലാത്തവരും അവരിലും ഉണ്ടായിരുന്നു. എന്നാൽ അവരെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നത് വംശാവലിയിൽ അവർ വേറെ വിഭാഗമാണ്. അസുരന്മാരുടെ വംശാവലിയല്ല രാക്ഷസന്മാർ പിറക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ അസുരന്മാരുടെ വംശാവലി കൃത്യമായിട്ട് പറയുന്നുണ്ട്. അസുരന്മാർ കശ്യപ പ്രജാപതിയുടെ 2 ഭാര്യമാരിൽ ഒരാൾ ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അദിതിയും രണ്ടാമത്തെ ആള് അസുരന്മാരുടെ അമ്മയായിട്ടുള്ള ദിതിയുമാണെന്നും അവരുടെ തലമുറകളിൽപ്പെട്ടവരായിരുന്നു മഹാബലിയും പ്രഹ്ലാദനും ബാണനും ശമ്പരനും കുംഭനും നികുംഭനും എന്നൊക്കെയാണ് പറയുന്നത്. രാക്ഷസന്മാരുടെ വർഗത്തിൽപ്പെട്ട ആളുകൾ രാവണാദി മുതലായവരായിരുന്നെന്നാണ് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ തെറ്റായിട്ട് എങ്ങനെയോ ധരിച്ചിട്ട് ഈ 2 വിഭാഗക്കാരും ഒന്നാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ട് അച്ഛന്മാർക്ക് പല പല അമ്മമാർക്ക് പിറന്ന പല പല സ്വഭാവമുള്ളവരാണ് എന്നുള്ളതാണ് സത്യം. എന്നാൽ രാമായണത്തിൽ ഇവരൊക്കെ ഒന്നിച്ച് കടന്നു വരുന്ന ഒരു സ്വഭാവത്തോടു കൂടി ദേവന്മാരുമായിട്ട് ഏറ്റുമുട്ടുന്നതായിട്ട് കാണാം. കൂടുതൽ ഡീറ്റെയിലിങ്ങും കൂടുതൽ ചർച്ചകളുമൊക്കെ ഈ അസുരന്മാരെയും സുരന്മാരെയും അതോടൊപ്പം തന്നെ രാക്ഷസന്മാരെയും കുറിച്ച് വേണം എന്നുള്ളത് കൊണ്ട് കൂടുതൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ കമൻ്റായിട്ട് പറയുക. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.